ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. SIT പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് തുറക്കും. സംഘത്തലവൻ H. വെങ്കടേഷ് നാളെ സന്നിധാനത്ത് എത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ പരിശോധിക്കും. സന്നിധാനത്തും ബാംഗ്ലൂരിലുമെത്തി അന്വേഷണ സംഘം തെളിവെടുത്തു കഴിഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനിയിൽ നിന്ന് SIT അല്പസമയത്തിനകം കമ്പനിയിൽ വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. ഹൈദരാബാദിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സുഹൃത്തും ഹൈദരാബാദ് സ്വദേശിയുമായ നാഗേഷിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. ഒപ്പം നന്ദുഷയും പത്തനംതിട്ടയിൽ നിന്ന്. ആദ്യം സിജോ, എങ്ങനെയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ ദിവസം അവർ എന്ത് ചെയ്യാൻ പോകുന്നു? വളരെ ഊർജിതമായി തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യുക. അതിന്റെ ഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ വീണ്ടും SIT സംഘം എത്തിയിട്ടുണ്ട്. ഇന്നലെ മണിക്കൂറോളം അവിടെ പരിശോധന നടത്തിയപ്പോൾ അവരുടെ രേഖകൾ പരിശോധിച്ച് അവിടെ നിന്നുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. സിജോ, ഞാനൊന്ന് വരാം. സിജോ, ഈ എന്തോ ശബ്ദത്തിനൊരു ഒരു ഡിസ്റ്റർബൻസ്. നന്ദുഷ പത്തനംതിട്ടയിൽ. നന്ദുഷ, സന്നിധാനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ നടപടികളുടെ വിശദാംശം എന്താണ്? നിഷ, സന്നിധാനം കേന്ദ്രീകരിച്ചാണ് നിലവിൽ രണ്ട് സംഘങ്ങളുടെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണക്കെടുപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ശബരിമലയിൽ 2 ദിവസമായി ക്യാമ്പ് ചെയ്തുള്ള കണക്കെടുപ്പുകൾ നടന്നു വരികയാണ്. ശബരിമലയിലെ ദേവസ്വം അവസര പ്രകാരം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വത്തുവകകളുടെ അല്ലെങ്കിൽ സ്വർണം, വെള്ളി, ചെമ്പ്, ആഭരണങ്ങളുടെ കണക്കുകളാണ് പ്രധാനമായും എടുക്കുന്നത്. അതോടൊപ്പം ഇവരുടെ ക്വാളിറ്റി പരിശോധന കൂടി നടത്തുന്നുണ്ട്. അതിനാവശ്യമായ സാങ്കേതിക പരിജ്ഞാനമുള്ളവരും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നതായാണ് വിവരം. ഈ പരിശോധനകൾ ഏതാണ്ട് ഘട്ടത്തിലാണ്. ഉടൻ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നവർ മലയിറങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിവാദമായ ദ്വാരപാലക ശില്പത്തിൽ ചാർത്താനുള്ള സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത SIT പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് തുറക്കും എന്നത് തന്നെയാണ്. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തന്നെയാണ് SITയുടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുക എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. SIT സംഘവും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്ത് പ്രവേശിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ രേഖകൾ, പിടിച്ചെടുത്ത രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ വഴി തന്നെയാണ് SIT കൈമാറിയിട്ടുള്ളത്. ദേവസ്വം വിജിലൻസിന് നേരിട്ട് SIT സംഘത്തിന് രേഖകൾ കൈമാറാനുള്ള ഒരു സാങ്കേതിക നിയമ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അതിനുവേണ്ടിയിട്ടാണ് സന്നിധാനത്ത് ഇരു സംഘങ്ങളും സന്നിധാനത്തെത്തി രേഖകൾ കൈമാറിയത്. ഈ രേഖകൾ വാങ്ങിയ ശേഷം KT ശങ്കറിൻ്റെ കണക്കെടുപ്പ് നടപടികൾ പ്രാഥമികമായി പരിശോധിച്ച ശേഷം അവർ മലയിറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഇരു സംഘങ്ങളും, KT ശങ്കറിൻ്റെ സംഘവും അതോടൊപ്പം SITയും ആറന്മുളയിലെത്തി പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാലഹരണപ്പെട്ടതും അറ്റകുറ്റപ്പണിക്കായി മാറ്റിയതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കട്ടളപ്പടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്വത്തുവകകൾ അല്ലെങ്കിൽ ഉരുപ്പിടികളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ട്രോങ് റൂമിലായിരിക്കും ഇന്ന് പരിശോധന നടക്കുന്നത്. ഈ പരിശോധന പൂർത്തിയായ ശേഷം കണക്കെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി KT ശങ്കരൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതീവ രഹസ്യമായി നടക്കുന്ന പരിശോധനയായതിനാൽ ആ പരിശോധനയുടെ വിശദാംശങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കിയ ശേഷം മാത്രമാകും പുറത്തേക്ക് അറിയാൻ കഴിയുക. ഏതായാലും SIT സംഘം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. മുൻ ദേവസ്വം ബോർഡ്, അതായത് 2019 ദേവസ്വം ബോർഡ്, പത്മകുമാർ ഉൾപ്പെടെ അടങ്ങുന്ന ദേവസ്വം ബോർഡിനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള FIR കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഈ FIR പ്രകാരമുള്ള പ്രതികളെയാവും കസ്റ്റഡിയിലെടുക്കുക. പത്തനംതിട്ടയിലെ പഴയ AR ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് SIT പുതിയ ക്യാമ്പ് ഓഫീസ് തുറക്കുന്നത്. ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി SIT സംഘം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. നിഷാദ്. ശരി, നന്ദുഷ വിവരങ്ങൾ നൽകിയത്. സിജോ, ഈ അന്വേഷണം ഏതൊക്കെ പുതിയ വ്യക്തികളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്? അപ്പൊ ഇതിന്റെ വ്യാപ്തി കൂടുതൽ വലുതാവുകയാണോ? ഈ തട്ടിപ്പിന്റെ ഒരു രൂപവും ഡിസൈനും എന്താണ് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നുണ്ടോ? ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഇത് അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിന്റെ വ്യാപ്തി, ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങളിലൂടെ മനസ്സിലാവുന്നത്.
നമ്മൾ അന്വേഷണ റിപ്പോർട്ടൊക്കെ വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി, അത് കൊടുത്തിരിക്കുന്നത് ഒരു അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾക്കാണ്. ഈ അനന്ത സുബ്രഹ്മണ്യം ഈ സ്വർണ്ണപ്പാളികൾ ആദ്യം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അയാൾ ഒരു സ്വർണ്ണപ്പണി നടത്തുന്ന കടയുടെ ഉടമയാണ്. നാഗേഷ് എന്നാണ് വ്യക്തി. ഈ വ്യക്തി ഹൈദരാബാദിലാണുള്ളത്. അയാളുടെ അടുത്ത് ഈ സ്വർണ്ണപ്പാളികൾ എത്തിക്കുന്നു. അതിനുശേഷം ഒരു മാസക്കാലത്തോളമാണ് അവിടെ ഇത് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായും ബലപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇയാൾ തന്നെയാണ്, നാഗേഷ് തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുന്നത്. അത് എത്തിച്ചതിന് ശേഷം ഈ സ്വർണത്തിന്റെ അളവിൽ ഉരുക്കിയതിന് ശേഷം വളരെയധികം കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇയാൾ സ്വർണ്ണപ്പണിക്കാരനാണ്, അതിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ എത്തിച്ചതിന് ശേഷം അത് ഉരുക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. അതിനുശേഷം മറ്റ് സ്വർണ്ണപ്പാളികൾ ഉണ്ടാക്കിയതിന് ശേഷം അതാണ് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നാഗേഷിനെ SIT ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണത്തിന്റെ അളവിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികളിൽ 1.5 കിലോ സ്വർണം ഉണ്ടായിരുന്നെന്നാണ് ഈ UB ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന രേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഉരുക്കിയപ്പോൾ 577 ഗ്രാം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 1 കിലോയോളം അടുത്ത് സ്വർണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതും ഈ പറയുന്ന നാഗേഷുമായി കണക്ട് ചെയ്യുമ്പോൾ ചില അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്ന സംശയം ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സ്പോൺസർമാരിലേക്കും അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നു. അതിന് ഒപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്കെടുത്ത് പറയുന്നതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. അതിൽ മുരാരി ബാബു ഉണ്ട്. മുരാരി ബാബു ആണ് ഈ പറയുന്നത് പോലെ ആദ്യം സ്വർണ്ണപ്പാളി ചെമ്പന് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു വിടാമെന്ന് പറയുന്നത്, അത്തരത്തിൽ ഒരു ഉത്തരവിറക്കുന്നത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ അവർക്കെല്ലാവരുമായി കൃത്യമായ പങ്കുകളുണ്ട്. അതുകൊണ്ട് ഈ ഓരോ ഉദ്യോഗസ്ഥരെയും വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമാകും ഈ ബോർഡ് അംഗങ്ങളിലേക്കുള്ള അന്വേഷണം എത്തുക, അവരുടെ മൊഴി രേഖപ്പെടുത്തുക.